പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ യേശു മിശിഹായുടെ നാമത്തിൽ ഏവർക്കും ശംഷാബാദ് രൂപത സാന്തോ മിഷൻ സെമിനാരിയിൽ നിന്നും സ്നേഹവന്ദനം. നവംബർ 10 പള്ളിക്കൂദാശ കാലം 1-ാം വെള്ളി. ഇന്നത്തെ വായനകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയും, വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 13 മുതൽ 20 വരെയും. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. സകല പാപബന്ധനങ്ങളിൽ നിന്നും അവസാന ശത്രുവായ മൃത്യുവിന്റെ പിടിയിൽ നിന്നും നാം ഓരോരുത്തരും വിടുതൽ പ്രാപിച്ചത് എപ്രകാരമെന്ന്, അതിന്റെ മൂല്യമെന്ത് എന്നൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ 2 വായനകളും. വീണ്ടെടുപ്പിന്റെ ശൈലി 1-ാം വായന വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ വിലയാണ് 2-ാം വായന നമ്മുടെ മുൻപിൽ വയ്ക്കുക. വീണ്ടെടുപ്പിന്റെ ക്രിസ്തു ശൈലിയുടെ ചിത്രം വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ സക്കേവുസിന്റെ മാനസാന്തരത്തിലൂടെ അതിന്റെ ഏറ്റവും നല്ല തെളിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വ്യക്തമാകുന്ന ഒന്നാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വരും. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. വിശ്വാസത്തിന്റെ വഴിയിൽ ദൈവം നമ്മുടെ ചുവട് ആദ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്മതത്തെയും അവിടുന്നുള്ള നമ്മുടെ വിശ്വാസത്തെയും ആശ്രയബോധത്തെയും ഏറ്റുപറയാനാണ്. നോക്കൂ, തമ്പുരാനെ കാണാനുള്ള സക്കേവുസിന്റെ ആഗ്രഹത്തിനും പരിശ്രമത്തിനുള്ള ഉത്തരം നൽകിയത് തമ്പുരാൻ അവന്റെ ഭവനത്തിലായിരുന്ന ആ വിരുന്നിനണഞ്ഞ് അവന് രക്ഷപ്രദാനം ചെയ്തുകൊണ്ടാണ്. നീതിമാന്മാരെ എന്നതിനേക്കാൾ പാപികൾ അന്വേഷിച്ചുകൊണ്ടുള്ള നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടെത്തി രക്ഷിക്കുന്ന ആ നല്ല ഇടയ ശൈലി പക്ഷേ യഹൂദ മത നേതൃത്വത്തിന്, പുരോഹിത പ്രമാണികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, പിന്നീട് അവനെതിരെ ഗൂഢാലോചന നടത്തുകയും അവനെ കുരിശുമരണത്തിന് വിധിക്കാൻ കരുക്കൾ നീക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം ജീവനാണ്. അനേകർക്ക് മോചനദ്രവ്യമായി നൽകിയത് തന്നെയാണ്. നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ലെന്ന്. തമ്പുരാന്റെ വീണ്ടെടുപ്പിന്റെ ഈ വിശുദ്ധയാഗത്തിൽ പങ്കാളികളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും വീണ്ടെടുപ്പിന്റെ ക്രിസ്തു ശൈലിയിൽ ജീവിക്കാനും അനേകർക്ക് രക്ഷയുടെ അനുഗ്രഹത്തിന്റെ സജീവ അടയാളമായി തീരാനും സാക്ഷികളായി തീരുവാനും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.